ലക്ഷ്മി, നിനക്കിത് കോളേജ് പോണ്ടേ? എനിക്കിന്ന് ടെസ്റ്റ് പേപ്പറാ, പഠിച്ചു കഴിഞ്ഞില്ല. അതുകൊണ്ട് കോളേജിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വേഗം പോകുന്നത്. പിന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒരു പ്രശ്നവും വരില്ല. നല്ല മാർക്ക്. ആഹാ, നല്ല ഉപദേശം. പരീക്ഷ ജയിക്കണമെങ്കിൽ പഠിക്കണമെന്ന് ഉപദേശിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ കൊള്ളാം. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാർ കോളേജുകൾ ഉണ്ടാക്കി 10,000 രൂപ ശമ്പളം നൽകി സാറുമാരെയും വെച്ച് ഈ പിള്ളാരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതെല്ലാം വെറുതെ. പരീക്ഷ ജയിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. കൊള്ളാം. ലോകത്ത് ഇതുവരെ പഠിക്കാത്ത കുട്ടിക്ക് പകരമായി ദൈവം വന്ന് പരീക്ഷ എഴുതിയൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. പരീക്ഷ ജയിക്കണമെങ്കിൽ പഠിക്കണം. ആ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. നീ ദൈവ വിചാരമില്ലാത്തോളായിരിക്കും, പക്ഷെ എന്റെ അനിയത്തിയെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കരുത്. വീട്ടിലുള്ളവരെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്. മോളെ ലക്ഷ്മി, ഇന്നു മുതൽ ഈ ഭാവം പറയുന്നത് നീ കേൾക്കരുത്. നല്ല ഉപദേശം. തന്നെക്കാൾ മുതിർന്നവരെ അനുസരിക്കണമെന്നാണ് വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കാറ്. അതെങ്ങനെയാ? വിശ്വാസം തലയ്ക്ക് പിടിച്ച് പ്രാന്തല്ലേ, നട്ടപ്രാന്ത്. നീ എന്തൊക്കെ പറഞ്ഞാൽ ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. ദൈവം നിന്നേ അതെന്താ മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞത്? ദൈവം ഇല്ലേ? ദൈവത്തിനറിയാം. ഹലോ, അതെ ഉത്തമനാണ്. എന്റെ ഗോപാലൻ സാറേ, അത് നടക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. സാറിന് വാടകയ്ക്ക് വീട് വേണമെങ്കിൽ വീട്ടുടമസ്ഥൻ ചോദിക്കുന്ന വാടക കൊടുക്കണം. അയ്യോ സാറേ, ഇതെന്റെ വീടല്ലല്ലോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാന്നേ? മാധവൻകുട്ടിയുടെ വീട് സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അയാൾ ചോദിക്കുന്ന 8,000 രൂപ വാടക കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ സാറതൊക്കെ വിട്ടേക്ക്. എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത ദിവസമാണേ സാറേ ഇന്ന്. ചുമ്മാ മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടി എല്ലാവർക്കും വീട് വാടകയ്ക്കും വേണം. വാടക പറയുമ്പോ ഒരുമാതിരി ഞാൻ വർത്താനോ. മോനായിട്ട് സാറ്, സാറെന്താണ് ഇന്ന് നേരത്തെ? പോകുന്ന വഴിക്ക് ആ കേശവകുട്ടിയുടെ കടയിൽ എന്തെങ്കിലും കഴിക്കണം. അന്ന് പറ്റി വക്കീലായിട്ട് വീണ്ടും വഴക്കായോ? എന്തെങ്കിലും ആവട്ടെ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സാറേ? ദൈവം ദൈവം ഉണ്ടോ ഇല്ലയോ? ചോദിച്ച മനസ്സിലായില്ലേ? ദൈവം ഉണ്ടോ ഇല്ലയോ? എന്താ ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ഉത്തരം മനസ്സിലായില്ലേ? ദൈവം ഉണ്ടോ ഇല്ലയോ? എന്റെ സാറേ, എനിക്ക് 9:45 SI ഭരത് സാറിന്റെ വീട്ടിൽ പച്ചക്കറി മീനും കൊണ്ടുപോയി കൊടുക്കണം. 10:30 ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി 10-12 വീട്ടുകാരുടെ ബില്ല് അടയ്ക്കണം. 12 മണിക്ക് ബില്ല് ഓഫീസിൽ വന്ന് 3 പേരുടെ കരം അടയ്ക്കണം. ഉച്ചയ്ക്ക് 1:30 ഒരു പാർട്ടിയെ പുഴക്കരയിലെ നമ്മുടെ ഹാജിയാരുടെ തെങ്ങുംതോപ്പ് കൊണ്ടുപോയി കാണിക്കണം. വൈകുന്നേരം 4 മണിക്ക് രാമൻകുട്ടിയുടെ പലചരക്ക് കടയിലെ സാധനങ്ങൾ എടുക്കണം. എല്ലാം കഴിഞ്ഞ് നേരം ഉണ്ടെങ്കിൽ രാത്രി കൃഷ്ണ തിയേറ്റേഴ്സിന്റെ നാടകം കാണും. അടിപൊളി നാടകമാണ്. ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ഞാനൊരൊറ്റ ആളാണേ. അതിന്റെ ഇടയിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാലേ എന്റെ കഞ്ഞിയിൽ പാറ്റ വീഴും. അപ്പൊ ദൈവത്തെക്കാൾ വലുതാണ് ഉത്തമന് ഇലക്ട്രിസിറ്റി ബില്ലും കരോടെ പോകാൻ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? സാറിനും എന്താണ് പറ്റിയത്? സാർ, ഞാൻ എന്റെ കാര്യവും നോക്കി മനസമാധാനത്തോട് കഴിയല്ലേ. അതിന്റെ ഇടയിൽ വെറുതെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുതേ. ചുരുക്കി പറഞ്ഞാൽ ഉത്തമനും ഒരു നിരീശ്വരവാദിയാണ്. എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു വാദത്തിനുമില്ല. ഞാൻ അന്നത്തെ അരിക്ക് പണിയെടുക്കുന്നു. അല്ലാതെ അത് ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. സാറേ, ആവശ്യത്തിൽ കൂടുതൽ വിശ്വാസവും പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ കുടുംബത്ത് കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഞാനൊരു പാവം. എനിക്ക് എന്റെ തൊഴിലാണ് ദൈവം. കൊള്ളാം, എല്ലാവരും കൊള്ളാം. നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിക്കായിരുന്നു. ഭാമ പറഞ്ഞെന്താണെന്ന് ഉത്തമൻ അറിയാമോ? അവൾ കല്യാണത്തിന് മുമ്പ് നിരീശ്വരവാദിയായിരുന്നു. ഞാനുമായുള്ള കല്യാണം നടക്കാൻ വേണ്ടി വിശ്വാസിയാണെന്ന് കള്ളം പറഞ്ഞതാണെന്നു. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കൊണ്ടുനടന്ന ഉത്തമനും അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ കൂടെ നടന്നിട്ട് ഞാൻ വഴിപിടിച്ചു പോകാത്തത് എന്റെ ദൈവാനുഗ്രഹം. എന്റെ സാറേ, അതിലൊന്നും ഒരു കാര്യവും ഇല്ല.
സാർ വിചാരിക്കുന്നത് പോലെ അത്ര മോശപ്പെട്ട സംഭവമൊന്നുമല്ല ഈ യുക്തിവാദം എന്ന് പറയുന്നത്. പിന്നെ? ആ, ദൈവം ഇല്ല എന്ന് പറയുന്നത് വലിയ മര്യാദയാണല്ലോ. ഒരിക്കലും ആവില്ല. സാറേ, ഈ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്തുവാ? എന്ന സംശയം? നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ആര് പറഞ്ഞു? ചരിത്രം വായിക്കണം. കടുത്ത വിശ്വാസിയായിരുന്ന ഗാന്ധിജിയും അവിശ്വാസിയായിരുന്ന നെഹ്റുവുമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. അങ്ങനെ കൂട്ടുകൂടിയതിന്റെ പേരിൽ ഗാന്ധിജിയുടെ ഈശ്വരവിശ്വാസം പോയതുമില്ല, നെഹ്റു ഒട്ടും ഈശ്വരവിശ്വാസി ആയതുമില്ല. പക്ഷേ അയ്യോ സാറേ, പ്ലീസ്, എനിക്ക് വേറെ പണിയുണ്ട്. സാറിന്റെ സംശയം ഇനിയും തീർന്നില്ലെങ്കിൽ ആ കേശവൻകുട്ടിയുടെ ചായക്കടയിലോട്ടല്ലേ പോകുന്നത്? അവിടെ ആകുമ്പം ഒരുപാട് ആളുണ്ടാവും, പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തവര്. അവിടെ ചെന്നൊരു തർക്കിക്ക് ദൈവം ഉണ്ടയോ ഇല്ലയോ, ഉച്ചയ്ക്ക് വരുമോ അതോ ലീവാണോ, നാളെയോ മറ്റന്നാ വരുമോ എന്നൊക്കെ. ഇതിനൊക്കെ ദൈവം നിങ്ങളോട് ചോദിച്ചോളൂ. എന്നാലും ദൈവമില്ലെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ചങ്കൂറ്റം സമ്മതിക്കണം. അയ്യോ, വഴിയെന്ന് മാറിക്കണം. അയ്യോ, സാറിന് പറ്റുമോ? നോക്കിയൊക്കെ ഓടിച്ചൂടാടേ. സാറേ, റോഡിന്റെ നടുക്ക് കയറി ഇന്ന് മതപ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ വണ്ടി വന്നിടിക്കും. വണ്ടിക്ക് അറിയില്ലല്ലോ സാർ ഈശ്വര വിശ്വാസിയായ വില്ലേജ് ഓഫീസറാണ്. നോക്ക്, എന്റെ ഈശ്വര വിശ്വാസം കൊണ്ട് മാത്രമാ ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ ചുവന്ന കോളിസേനെ നെഞ്ചു കൂടെ കയറി പോയനെ. ഇപ്പൊ മനസ്സിലായോ ദൈവം ഉണ്ടെന്ന്? ദൈവം ഉള്ളത് കൊണ്ടാണോ ആ വണ്ടിയുടെ ഡ്രൈവർ കൃത്യമായി ബ്രേക്ക് ചവിട്ടിയത് കൊണ്ടാണോ വണ്ടി ഇടിക്കാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും വണ്ടിക്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് സാർ രക്ഷപ്പെട്ടു. എന്റെ ഉത്തമ, എന്താ ഈ പറയുന്നത്? ഡ്രൈവർ വെറുതെ ബ്രേക്ക് വിട്ടതാണ് ഈ പറയുന്നത്? പിന്നെ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടാൻ ദൈവം തോന്നിപ്പിച്ചു. എന്റെ സാറേ, അതിന് എളുപ്പമല്ലേ റോഡിന്റെ നടുക്ക് നിന്ന് മാറി നിൽക്കാൻ സാറിനെ തോന്നിപ്പിക്കുന്നത്, അല്ലേ? എന്റെ സാറേ, ഈ ലോകത്തുള്ള സകല ഡ്രൈവർമാരെ ബ്രേക്ക് ചവിട്ടാൻ തോന്നിപ്പിക്കുന്ന ഈ ദൈവമാണോ? ദൈവത്തിന് വേറെ ഒരു പണിയില്ലേ? പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്താണ് പണി? ബാക്കിയുള്ള എല്ലാം പഠിപ്പിച്ചിട്ട് ഈ ബ്രേക്ക് മാത്രം ദൈവത്തിന് ഇട്ടയ്ക്കും, അല്ലേ? സാറേ, അപ്പുറത്തോട് മാറി ഇനിയും വണ്ടികൾ വരും, ചീറിപ്പാഞ്ഞ് നെഞ്ചത്തൂടെ കയറി. ദൈവത്തിന്റെ പണി പറഞ്ഞോണ്ട് നടക്കും. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്നോ. ഭാമേ, നീ എന്താ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുന്നു. രാവിലെ നീ എന്താ പറഞ്ഞത്? ദൈവം ഇല്ല എന്ന്. ഇപ്പൊ ഈ ദൈവങ്ങളൊക്കെ ഇവിടെ വെറുതെ പറയല്ലേ? ദൈവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യുക്തിവാദിയാണ് എന്ന് നീ പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞതാ. അതങ്ങനെ ശരിയാവും? മോഹനേട്ടാ, യുക്തിവാദം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും യുക്തിയോടെ ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നതാണ്. അതുകൊണ്ട് എന്റെ സകല യുക്തി എടുത്ത് ആലോചിച്ചിട്ടും ദൈവം ഇല്ലാതിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചാ ദൈവം ഉണ്ടെന്ന്. ഭാവേ, പിന്നെന്തിനാ രാവിലെ നീ എന്നോട് അങ്ങനെ തർക്കിച്ചത്? തർക്കിച്ചത് ഞാനല്ലോ, മോഹനല്ലേ. ദൈവം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ 24 മണിക്കൂറും പ്രാർത്ഥന കേൾക്കുന്ന ആളല്ല ദൈവം. തലയ്ക്ക് സ്വൈര്യം കൊടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെക്കാട്ടിലും ദൈവത്തിന് ഇഷ്ടം എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ്. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു. 1 രൂപ കൈക്കൂലി വാങ്ങില്ല, കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. ഇതിലും മാന്യമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെ? ആ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് മോഹനേട്ടൻ ടെസ്റ്റ് ജയിച്ചതും പ്രമോഷൻ ലഭിച്ചതും. അല്ലാതെ രാവിലത്തെ ആ 3 മണിക്കൂർ പ്രാർത്ഥന കൊണ്ടല്ല. ഞാൻ പറഞ്ഞതാ ശരിയെന്ന് തോന്നുന്നില്ലേ? അല്ല, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥന നല്ലത് തന്നെയാ. മിക്കവാറും ആളുകൾ പ്രാർത്ഥിക്കുകയല്ല ഇരക്കുകയാണ് ചെയ്യുന്നതെന്ന് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗൗരവം കളഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. കണ്ണൊട്ടി പിടിപ്പിക്കുന്നു. പക്ഷേ ഞാൻ ഭക്ഷണം കഴിച്ചു. കഴിച്ചോ? എവിടുന്ന്? കേശവൻകുട്ടിയുടെ ചായക്കടയിൽ. നീ ദൈവത്തെ തല്ലി പറഞ്ഞോണ്ടാ ഞാൻ പുറത്തുനിന്ന് കഴിച്ചേ. അപ്പോ ഇനി എന്നും അവിടുന്ന് കഴിച്ചാ മതി. അത് പറ്റില്ല. അല്ല, ദൈവം ഉണ്ടെന്ന് നീ സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ ഇവിടുന്ന് കഴിക്കാം.
ദൈവം ഇല്ലെന്ന് പറഞ്ഞാലോ? ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കഴിക്കും. ആണോ? ആ പിന്നെ എന്നോട് വഴക്കുണ്ടാക്കിയേ. ഇന്നത്തെ സൂക്കേട് തീർന്നോ? തീർന്നില്ലേ? തീർന്നു. ആ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? വരണ്ടേ? ഓ എന്റെ ദൈവമേ, അതാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം പറയാൻ ഞങ്ങൾക്കുമാവില്ല. ഇനിയിപ്പോ ഒരു ദൈവമുണ്ടെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസിലെ പ്രമോഷനിലൊക്കെ ഇടപെടുന്ന ആളായിരിക്കില്ല അതെന്നും പ്രാർത്ഥനയെക്കാളും ആരാധനയെക്കാളും ശ്രേഷ്ഠം കർമ്മം തന്നെയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്